റമദാനും ഖുർആനുമായുള്ള ബന്ധവും ഖുർആൻ സംസ്കരണത്തിന്, മനുഷ്യരെ നന്നാക്കി തീർക്കുന്നതിന് എത്രമാത്രം ഉപകാരപ്പെടുന്ന ഗ്രന്ഥമാണ് എന്നതും ആണ്. സംസ്കരണത്തിനുള്ള ഒരു ദിവ്യപ്രകാശമാണ് ഖുർആൻ. അന്ധകാരങ്ങളും അന്ധവിശ്വാസങ്ങളും ആയി കഴിഞ്ഞിരുന്ന ഒരു സമൂഹത്തെ സംസ്കാരത്തിൻ്റെ ഉന്നതിയിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ മഹത്തായ ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആൻ ഇറങ്ങി എന്നതാണ് റമദാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, 185-ാമത്തെ ആയത്ത്, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഷഹ്റു റമദാൻ, റമദാൻ മാസം, അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയിട്ടുള്ള മാസം. ഖുർആൻ ഇറങ്ങിയത് ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് മാർഗദർശനമായി, വബയ്യിനാത്തിൻ മിനൽ ഹുദാ, ആളുകൾക്ക് മാർഗദർശനത്തിൻ്റെ വിശദാംശങ്ങളുമായി, വൽ ഫുർഖാൻ, ശരിയും തെറ്റുമേത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള മാനദണ്ഡവുമായി എന്നാണ്. അപ്പം ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആനെ കുറിച്ച് അല്ലാഹു തആല സൂറത്തുൽ അൻആമിലെ 155-ാമത്തെ ആയത്തിൽ പറയുന്നു, വഹാദാ കിതാബുൻ, ഇത് ഒരു ഗ്രന്ഥമാണ്. ഹാദാ കിതാബുൻ അൻസൽനാഹു, നാം ഇറക്കിയിട്ടുള്ള ഗ്രന്ഥം. അല്ലാഹു തആല മനുഷ്യർക്ക് അവതരിപ്പിച്ചു കൊടുത്ത ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം. മുബാറക്കുൻ, അത് മുബാറക്കാണ്, അനുഗ്രഹീതമാണ്, ബറക്കത്തുള്ളതാണ്. മനുഷ്യ സമൂഹത്തിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ വേണ്ട എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കിതാബാണ്. ഫത്തബിഊഹു, അതുകൊണ്ട് നിങ്ങൾ അതിനെ പിൻപറ്റുവീൻ. മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുവാനുള്ള ഈ ഒരു ഗ്രന്ഥം, അതിന് നിങ്ങൾ പിൻപറ്റുവീൻ. വത്തഖൂ, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുവീൻ. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് കാരുണ്യം, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുവാൻ വേണ്ടി. ഈ കിതാബിൻ്റെ പ്രത്യേകത, അത് സമ്പൂർണമാണ്, തെറ്റുപറ്റാത്തതാണ്, മനുഷ്യന് ഉപകാരപ്പെടുന്നതാണ്. ഇതൊക്കെ ഖുർആന്റെ പ്രത്യേകതകളാണ്. 1400 വർഷം പിന്നിട്ട ഒരു ഗ്രന്ഥം. അതുപോലെ മറ്റൊരു ഗ്രന്ഥം മനുഷ്യർക്കിടയിൽ സജീവമായി നിലനിൽക്കുന്നില്ല. പഴയ പല ഗ്രന്ഥങ്ങളുമുണ്ട്, ലൈബ്രറികളിൽ, മ്യൂസിയങ്ങളിൽ, ആളുകളുടെ വീടുകളിൽ ഒക്കെയുണ്ട്. പക്ഷെ ഇത്ര സജീവമായി നിലനിൽക്കുന്ന ഗ്രന്ഥം ഖുർആനാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നു. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നമ്മളാണ്, ഇന്നാ നഹ്നു, തീർച്ചയായും നാം ആണ്, നസ്സൽന, അവതരിപ്പിച്ചിട്ടുള്ളത്, ഇറക്കി തന്നിട്ടുള്ളത്, അൽ ദിക്റ, ഈ ദിക്റിനെ, ഈ ദിക്ർ എന്ന് പറയുന്നത് ഖുർആനാണ്, ഉത്ബോധനമാണ്. അപ്പൊ ഈ ഖുർആനിനെ അവതരിപ്പിച്ചു തന്നത് നാം ആണ്. വഇന്നാ ലഹു ലഹാഫിളൂൻ, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. ഇപ്പൊ ഖുർആൻ ഇറക്കി തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആനിനെ സംരക്ഷിക്കുമെന്ന് ഈ ഖുർആനിൽ പ്രസ്താവിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഖുർആനിൻ്റെ സംരക്ഷണം? ഒന്ന്, ഖുർആൻ അവതരിച്ച അതേ രൂപത്തിൽ നിലനിൽക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുക്കും. ഓരോ വർഷവും റമദാനിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത് ഓതിക്കൊടുക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഓതിക്കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അവസാന വർഷം 2 തവണ ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആൻ ആദ്യ അവസാനം ഓതിക്കൊടുക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് തിരിച്ചോതിക്കൊടുക്കുകയും ചെയ്തു. ഓരോ പ്രാവശ്യവും ഓരോ ആയത്തിറങ്ങുമ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനുവേണ്ടി നിശ്ചയിച്ച സഹാബിമാർ ആ ആയത്തുകൾ ഇന്ന സൂറത്തിൽ ഇത്രാമത്തെ ആയത്ത് എന്ന നിലക്ക് റസൂൽ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് എഴുതി വെക്കുകയും അവസാനം അങ്ങനെ ഖുർആൻ സമ്പൂർണ്ണമായി ഇന്ന് നമ്മുടെ കയ്യിലുള്ള മുസ്ഹഫിൻ്റെ രൂപത്തിലാവുകയും
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം സഹാബിമാർ അത് പുസ്തക രൂപത്തിലാക്കി സൂക്ഷിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ മുസ്ഹഫിൻ്റെ ഖുർആനിൻ്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്ത ഒരു രീതിയാണത്. മറ്റൊന്ന്, ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ ആളുകൾ ഖുർആൻ ആദ്യ അവസാനം മനഃപ്പാഠമാക്കുന്നു എന്നാണ്. ഖുർആനേക്കാളേറെ പ്രിന്റ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങളുണ്ട്, കോപ്പികൾ. പക്ഷേ ഖുർആൻ പോലെ മനഃപ്പാഠം ഉള്ള പുസ്തകം ഇത്രയധികം ആളുകൾ മനഃപ്പാഠമാക്കിയ ഇത്ര വലിയ ഒരു ഗ്രന്ഥം വേറെയില്ല, ഇന്നുമില്ല. ഒരു മതഗ്രന്ഥവും ഖുർആൻ മനഃപ്പാഠമാക്കുന്ന പോലെ അതിൻ്റെ അനുയായികൾ ആദ്യ അവസാനം മനഃപ്പാഠമാക്കുന്നില്ല. അങ്ങനെ മനഃപ്പാഠമാക്കുന്നത് കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ സജീവമായി നിൽക്കും. മറ്റൊന്ന്, ഖുർആനിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുവാനോ വെട്ടിക്കുറക്കാനോ കഴിയില്ല. മനഃപ്പാഠമുള്ള ആളുകൾ പറയും ഇങ്ങനെയാണ് ഖുർആൻ എന്ന്. അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. മറ്റൊന്ന്, ഇത്രയധികം വായിക്കപ്പെടുന്ന ഗ്രന്ഥം, ഓതുന്ന ഗ്രന്ഥം ഖുർആൻ അല്ലാതെ മറ്റൊന്നില്ല. മതഗ്രന്ഥവുമില്ല, ശാസ്ത്രഗ്രന്ഥവുമില്ല, ചരിത്ര ഗ്രന്ഥവുമില്ല, മറ്റൊരു ഗ്രന്ഥവും ഇതുപോലെ ഇത്രയധികം ആളുകൾ എല്ലാ ദിവസവും അത് ഓതിക്കൊണ്ടിരിക്കുന്നത് അതും ഖുർആൻ തന്നെയാണ്. ഈ ഖുർആന്റെ പ്രത്യേകത, ലാ യഅ്തീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വമാ മിൻ ഖൽഫിഹി തൻസീലും മിൻ ഹകീമിൻ ഹമീദ്. സൂറത്ത് ഫുസ്സിലത്ത് 42-ാമത്തെ ആയത്ത് അള്ളാഹു പറയുന്നത്, ലാ യഅ്തീഹിൽ ബാത്തിലു, അതിലേക്ക് ഒരു ബാത്തിലും കടന്നു വരികയില്ല, അസത്യം അതിലേക്ക് കടന്നു വരികയില്ല. മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി, അതിൻ്റെ മുമ്പിൽ നിന്നോ പിമ്പിൽ നിന്നോ. അതായത് ഖുർആനിലേക്ക് ഒരു ഭാഗത്തെ നിന്നും അസത്യങ്ങൾ അതിലേക്ക് കയറി വരികയില്ല. അത് തൻസീലും മിൻ ഹകീമിൻ ഹമീദ്, അത് ഏറെ യുക്തിമാനും സ്തുത്യർഹനുമായ അള്ളാഹുവിൽ നിന്ന് അവതരിച്ചതാകുന്നു എന്ന്. യുക്തിമാനും സ്തുത്യർഹനുമായ അള്ളാഹുവിൽ നിന്ന് അവതരിച്ചത്, അതിലുള്ളത് മുഴുവൻ യുക്തിയായിരിക്കും. ഒരു പക്ഷേ നമുക്കത് മനസ്സിലാവാൻ സമയം പിടിച്ചു, തൽക്കാലം മനസ്സിലായില്ല എന്നൊക്കെ വരാം. എന്നാലും ഖുർആൻ പറഞ്ഞത് മനുഷ്യന് ആവശ്യമുള്ളതാണ്. യുക്തിമാനായ അള്ളാഹു ആണ് ഇത് പറഞ്ഞു തന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഖുർആൻ ഒരു അത്ഭുതമാണ്. അത് പഠിച്ച ആളുകളൊക്കെ ഖുർആൻ അത്ഭുതമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിങ്ങൾ മാത്രമല്ല, മുസ്ലിങ്ങളല്ലാത്തവരും പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് മാത്രമല്ല, അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും പറഞ്ഞിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഖുർആൻ കേൾക്കുന്ന ആളുകൾ അതിലേക്ക് ആകൃഷ്ടരായിരുന്നത് അതിൻ്റെ ഭാഷ, അതിൻ്റെ ആശയം, അതിൻ്റെ ശൈലി, അത് ജനങ്ങൾക്ക് നൽകുന്ന വിജ്ഞാനം, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത്, ഖുർആൻ സ്വീകരിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന വലിയൊരു സാഹിത്യകാരനായിരുന്ന വലീദ് ഇബ്നുൽ മുഗീറ എന്ന് പറയുന്ന മനുഷ്യൻ, അറേബ്യയിലുള്ള ആളാണ്, മക്കയിലുള്ള ആളാണ്, സാഹിത്യം അറിയുന്ന ആളാണ്. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതുന്നത് കേട്ട ശേഷം ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തു പറയുന്നു ഖുർആനെ കുറിച്ച്? അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, വല്ലാഹി ഇന്ന ലഹു ലഹലാവ, അല്ലാഹു ആണ് സത്യം, അതിന് ഒരു ഹലാവ, അതിൻ്റെ ഒരു മധുരമുണ്ട്. വഇന്ന അലൈഹി ലതലാവ, അതിൻ്റെ മുകളിൽ അതിനൊരു ഭംഗിയുണ്ട്, മനോഹരമാണ്. അപ്പം ഖുർആൻ ആസ്വാദ്യകരമാണ്, ഖുർആൻ വളരെ മനോഹരവുമാണ്. വഇന്നഹു ലമുസ്മിറുൻ അഅലാഹു, അതിൻ്റെ മുകൾ ഭാഗം കായ്കനികൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ്. ഏത് ആളുകൾക്ക് ഫലം നൽകുന്ന, ഉപകാരപ്പെടുന്ന, ഏറെ സമ്പുഷ്ടമായ നിലക്കുള്ളതാണ്. ഇത് വർണ്ണനയാണ്, സാഹിത്യകാരൻ്റെ വർണ്ണന. വമുഗ്ദിഖുൻ അസ്ഫലുഹു, അതിൻ്റെ താഴ്ഭാഗം അത് നിറഞ്ഞ് ഒഴുകുന്നതാണ്. അത് ഖുർആനെ ഒരു മരത്തോട് ഉപമിച്ചിട്ട് പറയാണ്. മുകളിൽ നോക്കിയാൽ കായ്കനികളാണ്, പഴങ്ങളാണ്, ഫലങ്ങളാണ്. താഴെ വളരെ മനോഹരമായ നിലക്ക്, വളരെ ഫലഭൂയിഷ്ടമായ നിലക്ക്, ഉപകാരപ്പെടുന്ന നിലക്ക് ഒഴുകുന്ന ഒരു അരുവി പോലെയാണ്. വമാ ഹുവ ബിഖൗലി
ബഷർ, അതൊരു മനുഷ്യന്റെ വാക്കുകളല്ല. ഇന്നഹു ലയഅലു, അത് ഉയർന്നു നിൽക്കും. വലാ യുഅല അലൈഹി, അതിന്റെ മുകളിൽ മറ്റൊന്ന് ഉയർന്നു നിൽക്കില്ല. ഇത് പറഞ്ഞത് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലാത്ത വലീദാണ്. ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, അദ്ദേഹം അങ്ങനെ മരിച്ചു പോവുക ചെയ്തത്. അതിനൊരു കാരണം വേറെയുണ്ട്. ഇത് പറഞ്ഞപ്പോഴേ മക്കയിലെ പ്രമുഖരായ പലരും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി. വലീദ്, താങ്കൾ ഈ നാട്ടിൽ വേണ്ടപ്പെട്ട ഒരാളല്ലേ, കാര്യപ്പെട്ട ഒരാളല്ലേ, അറബി സാഹിത്യം അറിയുന്ന ആളല്ലേ, എന്നിട്ട് ഖുർആനെ കുറിച്ച് ഇങ്ങനെ നല്ലത് പറയുകയാണോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇസ്ലാം സ്വീകരിക്കാൻ ഭാഗ്യമില്ലാതെ പോയത്. ഇത് അന്ന് മാത്രമല്ല, ഇപ്പോഴും ഖുർആൻ പഠിച്ച ആളുകൾ ഖുർആനിൻ്റെ നന്മകൾ പറയുന്നുണ്ട്. മുസ്ലിങ്ങളും പറയുന്നുണ്ട്, മുസ്ലിങ്ങളല്ലാത്തവരും പറയുന്നുണ്ട്. പക്ഷെ ഇപ്പം കുറച്ച് ആളുകൾ ഖുർആൻ വിമർശനം, ഇസ്ലാം വിമർശനം എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിൽ വന്ന ചില കാര്യങ്ങളെ എടുത്തുദ്ധരിച്ച് ഖുർആൻ മോശമാണ്, ഖുർആൻ അക്രമമാണ്, ഖുർആൻ ഭീകരവാദമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഖുർആൻ എന്ന് പരിഭാഷ എഴുതിയ ധാരാളം മുസ്ലിങ്ങളല്ലാത്ത ആളുകളുണ്ട്. ഇംഗ്ലീഷിലും ഫ്രഞ്ചിലും ഹിന്ദിയിലും നമ്മുടെ മലയാളത്തിലുമുണ്ട്. അവരാരും ആ ഖുർആൻ പരിഭാഷ എഴുതിയപ്പോൾ ഖുർആനിൻ്റെ തിന്മകളാണിത് എന്ന് ഉയർത്തി കാണിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, മറിച്ച് അതിൻ്റെ നന്മകൾ പറഞ്ഞു. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇപ്പൊ സ്കൂളിലൊക്കെ പ്രാർത്ഥനാ ഗീതമായി പാടുന്ന ഒരു പ്രാർത്ഥനയുണ്ട് മലയാളത്തിൽ. പാരം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുമൊരീശ്വരൻ തിരുനാമത്തിൽ. അത് സൂറത്തുൽ ഫാത്തിഹ ബിസ്മിയാണ് പറഞ്ഞത്. അത് എഴുതിയിട്ടുള്ളത് മലയാളത്തിൽ 2 ഖുർആൻ കവിതകൾ വന്നിട്ടുണ്ട്. ഒന്ന് ദിവ്യദീപ്തി, അത് എഴുതിയത് കോന്നിയൂർ രാഘവൻ നായരാണ്. മറ്റൊന്ന് അമൃതവാണി, അത് എഴുതിയത് KG രാഘവൻ നായരാണ്. അത് മലയാളത്തിൽ ലഭ്യമാണ്. അതിലൊന്ന് IPH പ്രസിദ്ധീകരിച്ചതാണ്, മറ്റൊന്ന് യുവത പ്രസിദ്ധീകരിച്ചതാണ്. അത് രണ്ടും വാങ്ങാൻ കിട്ടുന്നതാണ്. ആ പുസ്തകത്തിൽ ഖുർആനിൻ്റെ മുഴുവൻ ഭാഗങ്ങളും കവിതയായി എഴുതിയിട്ടുണ്ട്. 20 വർഷമൊക്കെ പഠിച്ചിട്ടാണ് അവരത് എഴുതിയത്. മറ്റൊന്നുണ്ട്, ഒരു ഹിന്ദു സന്യാസി ഖുർആൻ വായിക്കുന്നു എന്ന ഒരു ചെറിയ പുസ്തകം, 114 സൂറത്തുകളുടെയും സാരാംശം എടുത്തുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു പുസ്തകം. വിശ്വഭദ്രാനന്ദ ശക്തിബോധി എന്ന സന്യാസിയാണ് അത് എഴുതിയത്. ഇത് ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം, ഇപ്പൊ കുറച്ച് ആളുകൾ ഇസ്ലാം വിട്ടവരും വിടാൻ നിൽക്കുന്നവരും ഖുർആനിനെ വിമർശിക്കുകയാണ്. പക്ഷെ അവർ മനസ്സിലാക്കണം, അവരെക്കാൾ വിവരമുള്ള, അവരെക്കാൾ സാഹിത്യം അറിയുന്ന, അവരെക്കാൾ ഭാഷകൾ അറിയുന്ന, അവരെക്കാൾ ചരിത്രം അറിയുന്ന ആളുകൾ, മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തവരും ഖുർആൻ ഒരു അത്ഭുത ഗ്രന്ഥമായി പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൻ്റെ മുമ്പിൽ വിനയാന്വിതം എന്നൊരു പുസ്തകമുണ്ട്, വാണിദാസ് എളയാവൂർ എഴുതിയ, നമ്മൾ വായിക്കേണ്ട പുസ്തകമാണ്. അങ്ങനെ എത്ര പുസ്തകങ്ങൾ ഈ മലയാളത്തിൽ മറ്റ് ഭാഷകളിൽ ഖുർആന്റെ അത്ഭുതങ്ങൾ പറയുന്നുണ്ട് എന്നറിയാം. അപ്പം അത് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഖുർആൻ കേൾക്കാൻ വന്ന ജിന്നുകളുടെ ഒരു സംഭവം ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ ജിന്നിൽ അള്ളാഹു പറയുന്നത്, ഇങ്ങനെ ജിന്നുകൾ വന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുന്നത് കേട്ടു. എന്നിട്ട് അവരുടെ അടുത്തേക്ക് പോയി, അവരുടെ സമൂഹത്തിലേക്ക്, ജിന്ന സമൂഹത്തിലേക്ക് എന്ന് പറഞ്ഞത്, ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ, ഒരു അജബായ ഖുർആൻ ഞങ്ങൾ കേട്ടു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുന്നത് അങ്ങേയറ്റത്തെ അജബായി ഞങ്ങൾ കേട്ടു. യഹ്ദി ഇല റുസ്ലി ഇല റുഷ്ദി യഹ്ദി ഇല റുഷ്ദി ആമന്നാ ബിഹി വലൻ നുശ്രിക ലിറബ്ബിനാ അഹദ. റുഷ്ദിലേക്ക്, തൻ്റെ ഇടമുള്ള കൃത്യമായ നല്ല വഴിയിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുന്നതായ, വഴി നടത്തുന്നതായ ഖുർആൻ ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അതനുസരിച്ചു, അതിൽ വിശ്വസിച്ചു. ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ റബ്ബിൽ ഷിർക്ക് ചെയ്യുകയില്ല, പങ്കു ചേർക്കുകയില്ല എന്ന്. ഇത് സൂറത്തുൽ ജിന്നിൻ്റെ ആദ്യത്തെ ആയത്താണ്. ജിന്നുകൾക്ക് പോലും ഖുർആൻ അജബായി അനുഭവപ്പെട്ടു. മനുഷ്യർക്കാകമാനം ഇതൊരു അത്ഭുതങ്ങളുടെ അത്ഭുതം ആയി അനുഭവപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ഖുർആനിനെ ഈ റമദാൻ മാസത്തിൽ നമ്മൾ കൂടുതൽ പാരായണം ചെയ്യണം, നമ്മൾ കൂടുതലായി പഠിക്കുകയും ചെയ്യണം. ഇപ്പം റമദാൻ 2ാമത്തെ ദിവസമാണ്. ചിലരെങ്കിലും ഇന്നലെയും ഇന്നും ഖുർആൻ ഓതാത്തവരുണ്ടാകും.
റമദാനും റമദാനല്ലാത്ത കാലവും തമ്മിൽ വ്യത്യാസമില്ലാത്തവരും ഉണ്ടാവും, പട്ടിണി കിടന്നിട്ടുണ്ടാവും. അപ്പം ഞാൻ ഉപദേശിക്കുകയാണ് എന്നെയും നിങ്ങളെയും. ഇന്ന് നമ്മൾ ഖുർആൻ ഓതുക. ആ ഓതുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം ഒരു ജുസെങ്കിലും ഓതുക. ഏതാനും ഭാഗം അതിൻ്റെ പരിഭാഷ വായിക്കുക. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ എളുപ്പമാണ്, അധിക സമയം ആവശ്യമില്ല. ഒന്നിച്ചിരിക്കാൻ നേരമില്ലെങ്കിൽ ഓരോ ജമാഅത്ത് നമസ്കാരത്തിൻ്റെയും മുമ്പും ശേഷവും ഏതാനും പേജുകൾ ഓതിയാൽ ഒരു ദിവസം കൊണ്ട് ഒരു ജുസ് നമുക്ക് ഓതാൻ സാധിക്കും. ഖുർആൻ പറയുന്നുണ്ട്, ഖുർആൻ ഓതുന്നതും കേൾക്കുന്നതും ഒക്കെ പുണ്യമാണ്. ഫൈദാ ഖുറിയൽ ഖുർആനു ഫസ്തമിഊ ലഹു. ഖുർആൻ ഓതി കേൾക്കുമ്പോൾ നിങ്ങൾ അത് കേൾക്കണമെന്നാണ്. ഖുർആൻ ഇങ്ങനെ ഓതുമ്പോഴേ അത് കേൾക്കണം. കേൾക്കാൻ മനസ്സില്ലാത്ത ആളുകളുടെ അടുത്ത് ഖുർആൻ വെറുതെ ഓതിയിടുന്നതിലും കാര്യമില്ല. ഇപ്പോലെ നമ്മളെ ചില പ്രോഗ്രാമൊക്കെ തുടങ്ങുമ്പോൾ ഖുർആൻ വെക്കും, അതിൻ്റെ കാസറ്റോ ഒക്കെ വെക്കും. എന്നിട്ട് ആൾക്കാർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനത്തെ അല്ല ഖുർആൻ ഓതേണ്ടത്. ഖുർആൻ ഓതുന്നത് ആ ഖുർആൻ കേൾക്കുന്ന ആളുകളുടെ അടുത്താണ്. ഖുർആൻ കേൾക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യണം. ഫൈദാ ഖുറിയൽ ഖുർആനു ഫസ്തമിഊ ലഹു വഅൻസിതു. നിങ്ങൾ നിശബ്ദരായിരിക്കുകയും വേണം. ലഅല്ലക്കും തുർഹമൂൻ. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടാൻ. സൂറത്തുൽ അറാഫിലെ 204-ാമത്തെ ആയത്താണ്. ഖുർആന്റെ പ്രത്യേകതകളായി അള്ളാഹു പറഞ്ഞ ഏറെ കാര്യങ്ങളുണ്ട്. ആ ഖുർആൻ യഹ്ദി ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനഹു വയുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ. അല്ലാഹു തആല മനുഷ്യനെ സന്മാർഗത്തിലേക്ക് നയിക്കും. യഹ്ദി ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനഹു. അവൻ്റെ തൃപ്തി പിൻപറ്റുന്ന ആളുകളെ ഈ ഖുർആൻ കൊണ്ട് അള്ളാഹു ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കും എന്നാണ്. മിനദ്ദുലുമാത്ത്. സുബുലുസ്സലാം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സുബുലുസ്സലാം അതായത് സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് അള്ളാഹു നയിക്കുന്നതാകുന്നു എന്ന്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. നാം ഖുർആനിൽ നിന്ന് ഇറക്കുന്നു മാ ഹുവ ശിഫാഉൻ. അത് ഷിഫയാണ്. ഷിഫ ശമനമാണ്. മനുഷ്യൻ്റെ മനസ്സിലുള്ള ഒരുപാട് രോഗങ്ങൾക്കത് ശമനമാണ്. അസൂയയും കിബറും വെറുപ്പും ചതിയും പകയും ഇതൊക്കെ മനസ്സിലുള്ള രോഗങ്ങളാണ്. അതിന് ഖുർആൻ ഷിഫയാണ്. നമ്മൾ ഖുർആൻ പഠിച്ച് അള്ളാഹിനോട് ദുആ ചെയ്യണം. മറ്റൊരർത്ഥം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസുഖങ്ങൾ വരുമ്പോഴേ ഖുർആൻ ഓതുമായിരുന്നു. ഖുർആൻ ഓതി തൻ്റെ കൈകളിൽ ഊതിയിട്ട് തടയുമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കാൻ കാരണമായ അസുഖത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അങ്ങനെ ചെയ്യാൻ കഴിയാതിരുന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഖുർആൻ ഓതി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തടകി കൊടുത്തിരുന്നു എന്നാണ്. അപ്പം ആത്മീയമായി, മാനസികമായി, ശാരീരികമായി ഒക്കെ ഖുർആൻ ഒരു ഷിഫയാണ്. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് കാരുണ്യമാണ്. വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. ലാലിമ്യങ്ങൾക്ക് വളരെ നഷ്ടമാണ് ഉണ്ടാവുക എന്ന്. അല്ലാഹു യഹ്ദി ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനഹു സുബലസ്സലാം. സമാധാനത്തിൻ്റെ വഴിയിലേക്ക് അല്ലാഹു തആല അള്ളാഹുവിൻ്റെ റിദ്വാൻ തൃപ്തി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഖുർആൻ കൊണ്ട് വഴി നടത്തുന്നതാകുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നു. ഇനി ഖുർആനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ആ ഹദീസിൻ്റെ ശറഹിൽ മുഹദ്ദിസീങ്ങൾ പറയുന്നു, മഫ്ഹൂം മുഖാലഫ അനുസരിച്ച്, മഫ്ഹൂം മുഖാലഫ എന്ന് പറഞ്ഞാൽ പറഞ്ഞ ആശയത്തിൻ്റെ എതിരിൽ ചിന്തിക്കുമ്പോൾ കിട്ടുന്ന ആശയം, അത് ഖുർആൻ പഠിക്കുന്നവൻ, ഖുർആൻ പഠിപ്പിക്കുന്നവൻ ഏറ്റവും ഉത്തമനാണ് എങ്കിൽ ഖുർആൻ പഠിക്കാത്തവൻ, ഖുർആൻ പഠിപ്പിക്കാത്തവൻ ഏറ്റവും മോശക്കാരനാണ്. അതാണ് അതിൻ്റെ വിരുദ്ധമായിട്ട് ചിന്തിച്ചാലുള്ള
അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്ത് വെച്ച് വിചാരണ നാളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗമിനെ കുറിച്ച് പറയുന്ന ഒരു പരാതി, അതും ഖുർആനുമായി ബന്ധപ്പെട്ടതാണ്. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ. സൂറത്തുൽ ഫുർഖാനിലെ 30-ാമത്തെ ആയത്താണിത്. വഖാല റസൂലു, റസൂൽ പറയും, യാ റബ്ബി, എൻ്റെ നാഥ, ഇന്ന ഖൗമി, എൻ്റെ ഖൗമ്, ഇത്തഖദൂ ഹാദൽ ഖുർആന, ഈ ഖുർആനിനെ ആക്കിക്കളഞ്ഞു, മഹ്ജൂറ, അവഗണിച്ചതാക്കിക്കളഞ്ഞു, ഒഴിവാക്കിക്കളഞ്ഞു. അപ്പൊ ഖുർആനിനെ എൻ്റെ കൗമ ഒഴിവാക്കിക്കളഞ്ഞു എന്ന് എങ്ങനെയാണ് ഈ മഹജൂറാക്കൽ? അതൊന്ന് ഖുർആൻ തന്നെ തള്ളിക്കളയാ, ഖുർആനൊന്നും ആവശ്യമില്ല. മറ്റൊന്ന് ഖുർആനെ തള്ളിക്കളഞ്ഞിട്ടില്ല, പക്ഷെ അത് ഓതൂല. മറ്റൊന്ന് ഖുർആൻ അംഗീകരിക്കുന്നു, അത് ഓതുന്നു, പക്ഷെ അതിനർത്ഥം മനസ്സിലാക്കൂല. മറ്റൊന്ന് ഖുർആൻ അംഗീകരിച്ച് അത് ഓതി അതിന് അർത്ഥവും മനസ്സിലാക്കിയിട്ട് അത് ജീവിതത്തിലേക്ക് പകർത്തൂല. ഈ എല്ലാ ആളുകളും ഖുർആനിനെ മഹ്ജൂറാക്കുന്നതാണ് എന്ന് ഈ ആയത്തിൻ്റെ തഫ്സീറുകളിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഖുർആൻ ഓതണം, പഠിക്കണം, മനസ്സിലാക്കണം, ജീവിതത്തിൽ പുലർത്തണം. ഖുർആൻ ഓതുന്നതിന് വലിയ പുണ്യമുണ്ട്, അർത്ഥം അറിഞ്ഞില്ലെങ്കിലും പുണ്യമുണ്ട് എന്ന്. അതിനെന്താ തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു ബിഹി ഹസന. ഒരാൾ അള്ളാഹിൻ്റെ കിതാബിൽ നിന്ന് ഒരു ഹർഫ് ഓതിയാൽ അതിന് അവന് പുണ്യമുണ്ട്, നന്മയുണ്ട്. വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ, ആ നന്മ അത് 10 ഇരട്ടിയാണ്. ഒരക്ഷരം ഓതിയാൽ 10 ഇരട്ടി നന്മയുണ്ടാകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ അഖൂലു ലക്കും അലിഫ് ലാം മീം ഹർഫ്. അലിഫ് ലാം മീം എന്ന് നമ്മൾ ഓതുമല്ലോ, അത് ഒരു ഹർഫാണെന്ന് ഞാൻ പറയുന്നില്ല, മറിച്ച് വലാകിൻ അലിഫുൻ ഹർഫ് വലാമുൻ ഹർഫ് വമീമുൻ ഹർഫ്. ഒരാൾ അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം മറ്റൊരു ഹർഫാണ്. ഓരോ ഹർഫിനും 10 ഇരട്ടി പ്രതിഫലവുമാണ്. അപ്പം അതിന് ഈ ഹർഫുകൾക്ക് അർത്ഥമൊന്നും നമുക്ക് മനസ്സിലാവണമെന്നില്ല, എന്നാലും അത് വലിയ പ്രതിഫലമുള്ളതാകുന്നു എന്ന്. പിന്നെ ഈ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് നാം സമയം കണ്ടെത്തുകയും നാം അത് ശീലമാക്കുകയും ചെയ്താൽ നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹമുണ്ടാകും എന്നത് നാം മനസ്സിലാക്കണം. ഖുർആനെ കുറിച്ച് അള്ളാഹ് പറയുന്നുണ്ട്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനിനെ കുറിച്ച് അവർക്കൊന്ന് ചിന്തിച്ചുകൂടെ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അതല്ല അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടുവച്ചിരിക്കുകയാണോ? സൂറത്ത് മുഹമ്മദിലെ 24-ാമത്തെ ആയത്താണിത്. ഖുർആനെ കുറിച്ചൊന്ന് ചിന്തിച്ചുകൂടെ? തദബ്ബുറുൽ ഖുർആൻ, ഖുർആനെ കുറിച്ച് ആലോചിക്കുക, ചിന്തിക്കുക, പഠിക്കുക. അത് ചെയ്യാതെ ഹൃദയം പുട്ടുവച്ചിരിക്കുന്ന അവസ്ഥയിലാണോ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്കുൻ, ഈ കിതാബ് നമ്മൾ നിനക്കിറക്കി തന്ന കിതാബ് അനുഗ്രഹീതമാണത്. ലിയദ്ദബ്ബറു ആയാതിഹി, അതിൻ്റെ ആയത്തുകളെ കുറിച്ച് ആലോചിച്ച് പഠിക്കാൻ. വലിയ തദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാരായ ആളുകൾ അത് മനസ്സിലാക്കി ഉൾക്കൊള്ളാനും വേണ്ടിയാകുന്നു എന്ന്. ഇപ്പം ഖുർആൻ ഒരത്ഭുതമാണ്, സംസ്കാരം നൽകുന്ന ദിവ്യപ്രകാശമാണ്. ഖുർആൻ അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്, മനുഷ്യോപകാരപ്രദമാണ്. ഏത് മനുഷ്യനും അതിൽപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്തിയാൽ അവൻ ജീവിക്കുന്ന പ്രദേശത്തെ ആളുകൾക്കും അതിൻ്റെ നന്മ അനുഭവിക്കുവാനും സാധിക്കും. ഖുർആൻ ഒരു വെല്ലുവിളി നടത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു കൊടുത്തു, അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ്, ഖുർആൻ മോശമാണ്, ഖുർആൻ കേൾക്കരുത്, ഖുർആൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്ന ആൾക്കാരോട് പറയേണ്ടത്, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നമ്മുടെ അടിമക്ക് നാം അവതരിപ്പിച്ചതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, ഇത് അള്ളാഹു മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിച്ചു കൊടുത്ത ഖുർആനിൽ വല്ല സംശയവുമുണ്ടെങ്കിൽ എന്ത് ചെയ്യൂ? നിങ്ങളൊരു ഖുർആൻ ഉണ്ടായിക്കോളൂ. ഫൽതൂ ബി സൂറത്തിൻ മിൻ മിത്ലിഹി,
ഇതുപോലുള്ള ഒരു സൂറത്ത് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരും. ഇപ്പോൾ ഒരു സൂറത്ത് എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ ആയത്തുകളുള്ള സൂറത്തില്ലേ, 3, 4, 5 മാത്രം ആയത്തുകളുള്ള. അപ്പോൾ ഒരു മിനിമം സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ. വധൂ ശുഹദാക്കും, അതിന് നിങ്ങൾ സഹായികളൊക്കെ കൂട്ടിക്കോ, വിളിച്ചോ. മിൻ ദൂനില്ല, അള്ളാനെ കൂടാതെ എല്ലാവരെയും വിളിച്ചോ. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ. ആ വെല്ലുവിളി അന്നുണ്ട്, ആ വെല്ലുവിളി ഇപ്പോഴുമുണ്ട്. ഖുൽ ലൈൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ, ഇതുപോലൊരു ഖുർആൻ ഉണ്ടാക്കി കൊണ്ടുവരാൻ മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് കൂടിയാൽ പോലും ലാ യഅതൂന ബിമിസ്ലിഹി, അതുപോലെ ഒന്ന് കൊണ്ടുവരാൻ അവർക്ക് കഴിയില്ല. വലൗ കാന ബഅദുഹും ലിബഅദിൻ ളഹീറ, അതിൽ ചിലർക്ക് സഹായികളായാൽ പോലും അങ്ങനെ ഒരു ഗ്രന്ഥമുണ്ടാക്കാൻ കഴിയില്ല. ഖുർആനിലുള്ള പോലെ കൃത്യമായ വിശ്വാസം, ഖുർആൻ പഠിപ്പിക്കുന്ന പോലെ കൃത്യമായ ആരാധനകൾ, ഖുർആൻ പഠിപ്പിക്കുന്ന വിധത്തിലുള്ള ചരിത്രം, ഖുർആനിലുള്ള രൂപത്തിലുള്ള ശാസ്ത്ര സൂചനകൾ, സാമ്പത്തിക നിയമങ്ങൾ, കുടുംബ നിയമങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ, മനുഷ്യനും തമ്മിൽ പുലർത്തിപ്പോരേണ്ട മര്യാദകൾ, ഇങ്ങനെയെല്ലാം ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള ഒരു ഉയർന്നു നിൽക്കുന്ന, ഉന്നതമായി നിൽക്കുന്ന ഗ്രന്ഥം. മുകളിൽ കായികനികൾ ആളുകൾക്ക് നൽകുന്ന പോലെ ഉള്ള ഒരു മരം പോലെയുള്ള ഒരു ഗ്രന്ഥം, താഴ്ഭാഗത്തുകൂടെ അരുവികളുള്ള, മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന, നിറഞ്ഞു നിൽക്കുന്ന, സമ്പുഷ്ടമായിട്ടുള്ള ഒരു മരം, അതുപോലുള്ള ഒരു ഗ്രന്ഥം. അത് മാധുര്യമുള്ളതാണ്, അത് മനോഹരമാണ്. അങ്ങനത്തെ ഒരു ഗ്രന്ഥം ഉണ്ടാക്കൂ എന്ന് ഖുർആൻ വെല്ലുവിളിക്കുകയും ഇപ്പോഴും ആരും എഴുതിയുണ്ടാക്കിയിട്ടില്ല മനുഷ്യർക്ക് അങ്ങനെ ഒരു ഗ്രന്ഥം എന്നത്. അതും ഖുർആനിൻ്റെ ഒരു മുഅ്ജിസത്താണ്, അത്ഭുതപരമായ കാര്യമാണ്. ഈ ഖുർആനുമായി കൂടുതൽ അടുക്കാൻ, കൂടുതൽ ഖുർആൻ ഓതാൻ, കൂടുതൽ പഠിക്കുവാൻ, അതിനെക്കുറിച്ച് ചിന്തിക്കുവാനൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ നാം പ്രത്യേകമായി ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനും റഹീമുമായ അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന കുറ്റങ്ങളും കുറവുകളും തെറ്റുകളും നീ ഞങ്ങൾക്ക് മാപ്പ് ചെയ്യണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുടെ രോഗങ്ങളെ സുഖപ്പെടുത്തി തരണമേ. ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ പ്രയാസങ്ങളും ക്ലേശങ്ങളും അനുഭവിക്കുന്നവരുടെ എല്ലാ ക്ലേശങ്ങളും പ്രയാസങ്ങളും ദൂരീകരിച്ച് തരണമേ. ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഭീഷണികളും തരണം ചെയ്യാനുള്ള ഈമാനും ശക്തിയും നൽകി ഈ സമൂഹത്തെ സഹായിക്കണമേ. ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഏറെ ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ-അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.